അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ ആൻഡ് മോർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ഖബറടക്കം അല്പസമയത്തിനകം തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് നടക്കും. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അഡ്മിനിസ്ട്രേറ്റർ സാമുവേൽ മോർ തിയോഫിലോസ് എപ്പിസ്കോപ്പ ഖബറടക്ക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. പ്രവീൺ പുരുഷോത്തമൻ നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രവീൺ പുരുഷോത്തമൻ, സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആത്മീയ ആചാര്യനാണ് വിട പറയുന്നത്. എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? സുജിയ, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിനെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് പരമാധ്യക്ഷൻ മോർ ആൻഡ് മോർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ ആ ഒരു വിയോഗം എന്നുള്ളത്. ഇപ്പോൾ തിരുവല്ലയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഔദ്യോഗിക ബഹുമതികളോടെ നൽകാൻ, വിടവാങ്ങൽ ചടങ്ങ് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. ഗാർഡ് ഓഫ് ഓണർ അല്പസമയം മുമ്പ് നൽകിയിരുന്നു. തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിലായിരുന്നു രാവിലെ 9 മണി വരെ മോർ ആൻഡ് മോർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്നത്. അവിടെ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്നായിരുന്നു ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. അതിനുശേഷം 9 മണിക്ക് ശേഷം തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ നിന്നും ക്യാമ്പസിലൂടെ വിലാപ യാത്രയായാണ് ഭൗതിക ശരീരം സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ചിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭൗതിക ശരീരം സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ 8ാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ശുശ്രൂഷ ചടങ്ങാണ് നടക്കുന്നത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അഡ്മിനിസ്ട്രേറ്റർ സാമുവേൽ മോർ തിയോഫിലോസ് ആണ് ഇപ്പോൾ സംസ്കാര ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതോടൊപ്പം ബിലീവേഴ്സ് സഭയിലെ കേരള ഡയോസിസ് സഹായമെത്രാൻ മാത്യൂസ് മോർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ, അമേരിക്കൻ ഭദ്രാസനാധിപൻ ദാനിയൽ മോർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, ജോൺ മോർ ഐറേനിയോസ് എപ്പിസ്കോപ്പ, ബിലീവേഴ്സ് സഭയിലെ മറ്റ് വൈദികർ എന്നിവർ ഇപ്പോൾ ഇവിടെ സഹകാർമ്മികരായിട്ടുണ്ട്. അല്പസമയത്തിനകം മദ്ബഹയോട് ചേർന്ന് ഒരുക്കിയ പ്രത്യേക ഖബറിലായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തിരുവല്ലയിലേക്ക് എത്തിയിരുന്നു. ഡാളസിൽ വെച്ച് വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ അവിടെ വെച്ചാണ്, അമേരിക്കയിൽ വെച്ചാണ് മോർ ആൻഡ് മോർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ ആ ഒരു വിയോഗം സംഭവിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് ഹൃദയാഘാതം മൂലമായിരുന്നു അന്ത്യം സംഭവിച്ചത്. അതിനുശേഷം 10ഓളം ദിവസങ്ങൾക്ക് ശേഷമാണ് സഭാ ആസ്ഥാനത്തേക്ക് ഇന്നലെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി എത്തിച്ചത്. ഇന്നലെ മുതൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി തിരുവല്ലയിലേക്ക് എത്തിയിരുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മറ്റ് രാഷ്ട്രീയ സാമുദായിക രംഗത്തെ മറ്റ് പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം അല്പസമയത്തിനകം പ്രത്യേക ഖബറിൽ സംസ്കാരം നടക്കും. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശുശ്രൂഷ ചടങ്ങുകളാണ് അവിടെ പുരോഗമിക്കുന്നത്. മറ്റൊരു വാർത്ത